ഫെബ്രുവരി 8 ഞാൻ പോസ്റ്റ് ചെയ്ത് എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണിത്. ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത്. ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ ഒരു 4 വീഡിയോ, അത് ആരുടെയോ ഒരു വീഡിയോ ആണ്, ഞങ്ങളുടെതല്ല. ഈ കമന്റ് ഇട്ടവന്മാര്, ഇത് വിറ്റവര്, ഇത് കണ്ടവര്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മുഖടക്കം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഞാൻ പറയാം, എന്റെ കണ്ടന്റ് ഏറ്റവും വലിയ കണ്ടന്റ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ചോ. സത്യം പറയും, വെറുതെ വിടൂല ഒരൊറ്റ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഒരു അവസ്ഥ എനിക്കോ നിങ്ങൾക്കോ ആർക്ക് വേണമെങ്കിലും പറ്റാം. ഞാനിന്ന് ഫേസ്ബുക്കിൽ കയറിയ സമയത്താണ് ഇങ്ങനെ വയനാടൻ വ്ളോഗറുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വാർത്ത മനോരമ ന്യൂസ് കൊടുത്തിരിക്കുന്നത് കണ്ടത്. വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ലീക്ക്ഡ് എന്നുള്ള തരത്തിൽ ഈ വയനാടൻ വ്ളോഗറിന്റെ വീഡിയോസിന്റെ അടിയിൽ കമന്റ് വരികയാണ്. അവർക്ക് കാര്യം മനസ്സിലാവുന്നില്ല. ഞാനും കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയ സമയത്ത് കുറെ കമന്റ്സ് കിടക്കുന്നത് കണ്ടു. ലീക്ക്ഡ് കണ്ടു, അമ്മൂസിന്റെ വീഡിയോ കണ്ടോ, വീഡിയോ വന്നോ, ഈ തരത്തിൽ പല അക്കൗണ്ടും വന്നിട്ട് ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കും കാര്യം മനസ്സിലാവുന്നില്ല, ആർക്കും കാര്യം മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വയനാടൻ വ്ളോഗർ തന്റെ ഇൻസ്റ്റാഗ്രാം ചാനലിലും അതുപോലെ യൂട്യൂബ് ചാനലിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ്. അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ കയ്യിൽ എത്തിയപ്പോ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചു തരാം. അത് ആദ്യം ഒന്ന് കാണിച്ചു. ഫോട്ടോ വെച്ചിട്ടാണ് അതെ, ഞങ്ങളത് ഒളിച്ചും പാത്തും കൊണ്ടു നടന്ന ഫോട്ടോ ഒന്നുമല്ല. അത് ആദ്യം കാണിച്ചു തരാം. ഇത് എന്റെ ഇൻസ്റ്റാ ഐഡി ആണ് കേട്ടോ, ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ഇൻസ്റ്റാ ഐഡി ആണ്. ഈ ഫോട്ടോ ഇതൊരു ഫോട്ടോയാണ്. ഫെബ്രുവരി 8 ഞാൻ പോസ്റ്റ് ചെയ്ത് എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണിത്. ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത്. ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ ഒരു 4 വീഡിയോ, അത് ആരുടെയോ ഒരു വീഡിയോ ആണ്, ഞങ്ങളുടെതല്ല. ഞങ്ങളുടെ 2 പേരെ കയ്യിൽ ടാറ്റു നോക്കി കഴിഞ്ഞാൽ 2 കൈ ഞങ്ങളുടെ കയ്യിൽ ടാറ്റു ഉണ്ട്. അത് ഞാൻ പറയട്ടെ, ഒന്നെങ്കിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ, അത് ആ ഒരു ഫോട്ടോ, ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നോണ്ടാണ് അത് ഞങ്ങളുടേതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിന്റെ പേര്, സ്വർഗവാതില്. ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ്, ആ ഒരു വോയിസ് കേൾപ്പിക്കാം മൂസേ, ഒറ്റ വോയിസ് കേൾപ്പിക്ക്. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, എന്തൊരു പറഞ്ഞാലും തീരൂലെന്ന് എനിക്കറിയാം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ വിൽക്കുന്നുണ്ട്. സംഭവം മനസ്സിലായല്ലോ. അവർ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത അവരുടെ ഒരു പിക്ക് അതെടുത്ത് അതിന്റെ കൂടെ ഇവരുടെ രൂപസാദൃശ്യമുള്ള 1-2 വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്തിട്ട് ഇവരുടെ ലീക്ക്ഡ് വീഡിയോ ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലീക്കായ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, അത് കാണാൻ വലിയ താല്പര്യമില്ല. പക്ഷെ ഈ ഒരു അവസ്ഥ നാളെ എനിക്കോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ വരാം. ആൻഡ് വൺ ഓഫ് ദ മെയിൻ റീസൺ AI ഒക്കെ വെച്ചിട്ട് ഇപ്പൊ നല്ല രീതിയിൽ വെടിപ്പായിട്ട് എഡിറ്റ് ചെയ്ത് സാധനം ഇറക്കാൻ പറ്റും. അല്ലെങ്കിൽ വളരെ ഓർഗാനിക് ആയിട്ട് നമ്മുടെ മുഖസാദൃശ്യമുള്ള ഏതെങ്കിലും ഒരു ആള് നമ്മുടെ ഫോട്ടോകൾ വെച്ച് അത് പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും, ഉറപ്പായിട്ടും വിശ്വസിക്കും. ഈ ഒരു സാധനം ഇന്നൊന്നും തുടങ്ങിയതല്ല. പല നടിമാര്, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രീസിലുള്ള പല നടിമാരുടെ ഒരുപാട് വീഡിയോസ് ഇവരാണെന്നും പറഞ്ഞ് ഇവരുടെ മുഖസാദൃശ്യമുള്ള വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് അത് സർക്കുലേറ്റ് ചെയ്യുന്നത്. വയനാടൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അതിന് സമാനമായ ഒരു കാര്യം തന്നെയാണ് ഇവർക്കും സംഭവിച്ചിരിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞ, ഇത് എനിക്കോ നിങ്ങൾക്കോ നാളെ സംഭവിക്കാം. ഞാനോ നിങ്ങളോ ഷട്ടില്ലാതെ എങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ പബ്ലിക്കായിട്ട് എടുത്തിട്ട് കഴിഞ്ഞിട്ട് അതെടുക്കൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഒരു സാഹചര്യത്തിലുള്ള നമ്മുടെ രൂപസാദൃശ്യമുള്ള വേറൊരാളുടെ വീഡിയോ കൊണ്ട് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈറസ് സ്പ്രെഡ് ആവുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ, ഇന്റർനെറ്റിൽ ഒരു സാധനം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാധനം സ്പ്രെഡ് ആവുന്നത്. നിങ്ങൾ ഫേസ്ബുക്കിൽ കയറി നോക്കിക്കഴിഞ്ഞാലോ, എക്സിൽ കയറി നോക്കിക്കഴിഞ്ഞാലോ ഹാഷ്ടാഗ് വരെ ക്രിയേറ്റ് ആയിട്ട് കിടപ്പുണ്ട്. വയനാടൻ ലീക്ക്ഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട്, അമ്മൂസ് ലീക്ക്ഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു തോന്നിവാസമായി കാണിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കും. വേറെ ഒരു തരത്തിലുള്ള അലിഗേഷൻസ് പോലല്ല ഈ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു വ്യക്തിയെ, ആ ഒരു ഫാമിലിയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള സാധനമാണ്. മേ ബി ഇത് പ്രൂവ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുക്കേണ്ടി വരും, ഇത് എന്റേതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊരു സിനിമയിൽ ഇത് കൃത്യമായി കാണിക്കുന്നുണ്ട്. ജാവയ്ക്കകത്താണെന്ന് തോന്നുന്നു, ജാവ മൂവിയിൽ കൃത്യമായി കാണിക്കുന്നു. ഇത് റിയൽ ആയിട്ട് നടന്ന ഒരു സംഭവമാണ് ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ്. അതായത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന ചെക്കന്മാരാണ് ഇതൊക്കെ. ഇന്നലെ നോക്കിയപ്പോ എത്ര 900 പീക്കറി പിള്ളേര് ഇതിന്റെ പുറകെ ശരിക്കുണ്ട്. സീരിയസ്ലി, ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ വറങ്ങാണ്ടി വരക്കാനും ഗോലി കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള അവന്മാർ അങ്ങനെയല്ല. അവന്മാർ ടെക്നോളജിക്കലി ആണെങ്കിലും ഉടായിപ്പിന്റെ കാര്യങ്ങളാണെങ്കിലും ഹൈ ലെവലാണ്. നമ്മൾ ചിന്തിക്കുന്നിടത്തൊന്നും അല്ല. അത്രയും വൈകൃതമായിട്ടുള്ള ചിന്തകളുള്ള കുട്ടികളുണ്ട് ഇപ്പോഴും. എല്ലാരെയും കൂടെ അടിച്ചാക്ഷേപിച്ച് പറയുമല്ല, ഉണ്ട്. സത്യസന്ധമായിട്ടുള്ള കാര്യമാണത്. 38 പേര് ഒരു ഗ്രൂപ്പില്, ചെറിയ ഞാൻ ഈ ചെക്കന്മാര് പറയുന്ന കാര്യം, എന്റെ വീട്ടിൽ അച്ഛനില്ല, അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത്. കഷ്ടപ്പെട്ട്
കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ചില ആൾക്കാർ പറയാ ഇത്ര ലക്ഷം കൊടുത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ടിട്ട് ലോൺ എടുത്താ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ പുറത്തറിഞ്ഞ എന്റെ വീട്ടുകാരറിഞ്ഞ എനിക്ക് പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ ചെക്കന്മാർ ഈ പറയുന്നത്. ഒരുപാട് അക്കൗണ്ടുകൾ വന്നിട്ട് എല്ലാം ഫേക്ക് ഐഡിയ, വീഡിയോ ലീക്ക്ഡ് അതിന്റെ ഒറ്റ കാര്യം പറയും, മേല് എന്റെ വീഡിയോയുടെ അടിയിലോ ഇവളുടെ വീഡിയോയുടെ അടിയിലോ വന്ന് ലീക്ക്ഡ് കോപ്പ് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്, ആരാണോ കമന്റ് ഇടുന്നത് അവന്റെ വീട്ടിൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ കയറി വരും. ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത് ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം ബ്രോ. ഏതവനാണെങ്കിലും തപ്പിപ്പിടിച്ച് അവന്റെ അണ്ണാക്കി കൊടുക്കണം. ഒരുത്തനെ അടിച്ചാൽ മതി, പിന്നെ ബാക്കിയുള്ളവന്മാരും മിണ്ടാതിരുന്നോളൂ. കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് വേണമെങ്കിലും കമന്റ് ഇടാമല്ലോ. ഇവന്മാർക്ക് ഇതൊക്കെ ഒരു രസമാണ്. ഇറങ്ങി ഇവന്റെ ഇറങ്ങി എന്തോ അയച്ചതാടാ എന്നുള്ള രീതി ഭയങ്കര രസമായിട്ടുണ്ട്, ഭയങ്കര ഹരം പോലാണ്. പക്ഷെ അനുഭവിക്കുന്നവർക്ക് അറിയത്തുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട്. അവനും അവന്റെ വീട്ടിലുള്ളവർക്ക് നാളെ ഇതുപോലത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ അത് എത്രമാത്രം ഹൊറിബിൾ ആണെന്ന് അവനൊക്കെ മനസ്സിലാവത്തുള്ളൂ. അവനത് ഉണ്ടാവാത്ത പക്ഷം അവനത് ഭയങ്കര രസമായിരിക്കും, ഭയങ്കര തമാശയായിരിക്കും. ഇതുപോലെ വീഡിയോ അടിച്ചിറക്കുന്ന അതേ മെന്റാലിറ്റി ഉള്ളവന്മാർ തന്നെയാണ് ഇങ്ങനെ വന്ന് കമന്റ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു സംശയമില്ല. അവനൊക്കെ നല്ല രീതിയിൽ പണി കൊടുക്കണം. നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിക്കണം, അതേ വേണ്ടു. പിന്നെ ഈ മാതിരി പണിയായിട്ട് ഇറങ്ങരുത്. അല്ലാന്നുള്ളത് ഞങ്ങൾ തെളിയിച്ച് കാണിച്ചു തരാം. ആ തെളിയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കമന്റ് ഇട്ടവന്മാര്, ഇത് വിറ്റവര്, ഇത് കണ്ടവര്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മുഖടക്കം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഞാൻ പറയാം, എന്റെ കണ്ടന്റ് ഏറ്റവും വലിയ കണ്ടന്റ് അതായിരിക്കും. നിങ്ങൾ ആലോചിച്ചോ. സത്യം പറയും, വെറുതെ വിടൂല. വിടരുത്. ഏജിന്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ അതൊന്നും പരിഗണിക്കില്ല. ഇത്രയും ഭയങ്കര ധൈര്യത്തോടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. എത്ര പ്രായം കുറവുള്ള മക്കളെന്നറിയോ, എല്ലാ ഏറ്റവും സത്യ കാര്യങ്ങൾ അറിയാം. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു ഫാമിലിയാണ്, ഒരു അമ്മയാണ്, എനിക്കൊരു ഇമേജ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. അത് ഇതെന്ന് പറഞ്ഞിട്ട് വേദന പറഞ്ഞാൽ മനസ്സിലാവൂല. അവനാന്റെ വീട്ടിൽ അവനാന്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഈ അവസ്ഥ വരുമ്പോ അന്നേരം മനസ്സിലാവും. ഇനി എന്റെ വീടിന്റെ കമന്റ് ചെയ്യുന്ന പറഞ്ഞാൽ 2 വർഷം ഞാൻ പറയാം, ഒരു പെണ്ണിനെ പറ്റി ഒരു കമന്റ് ഇട്ട 2 വർഷം വരെ തടവുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല ആ കാര്യത്തില്. ഈ ഞങ്ങൾക്ക് കിട്ടിയപ്പോ ഈ ഗ്രൂപ്പ്, അതേപോലെ കുറെ നമ്പർ കിട്ടിയിട്ടുണ്ട്, അതേപോലെ കമന്റ് ഇട്ടവന്മാര് കുറെ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നിങ്ങളൊക്കെ വന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് എവിടെ നിന്ന് സാധനം കിട്ടി എല്ലെണ്ണത്തിന് ഒരാളെ ഞങ്ങൾ വിടൂല. അപ്പൊ ഇതാണ് ഗൈസ് സംഭവം. തന്തയില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. ഇപ്പൊ എയും കൂടെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയതിന്റെ പേരിൽ പറയാൻ പറ്റത്തില്ല, ഒരു ഫോട്ടോ മതി നാളെ സാധനം ഇറങ്ങാൻ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ല ഇത് ഒറിജിനൽ ആണോ, ഇത് AI ആണോ. ചില വീഡിയോസ് കണ്ടാൽ മനസ്സിലാവത്ത പോലും ഇല്ല. കമന്റ് സെക്ഷൻ എടുത്ത് നോക്കണം, മെജോറിറ്റിയുടെ ഒപ്പീനിയൻ നോക്കണം, ഇത് AI. കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് AI ആണ്. ഈ തോന്നിവാസം കാണിച്ചവനെ ഏതവനാണെങ്കിലും ആദ്യം ഒരുത്തൻ കാണിച്ചിട്ടായിരിക്കണമല്ലോ ഇത് ഇത്രയും വൈഡായിട്ട് സ്പ്രെഡ് ആയത്. അവനെ കണ്ടുപിടിച്ച് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും വേണ്ടിയില്ല, അവനെ ആദ്യം കണ്ടുപിടിച്ച് അവനെ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം. നിയമം അവനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പക്ഷെ പബ്ലിക്കിൽ ഇവനെ എക്സ്പോസ് ചെയ്യണം. ഈ മാതിരി തന്തയെ പറയിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്ത ഇവനെയൊക്കെ അത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി കുറെ അവന്മാരും, അത് കണ്ടിട്ട് ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ട് കമന്റ് ഇട്ട് സന്തോഷിക്കുന്ന വേറെ കുറെ ഉണ്ടാവും. എന്തുവാടേ ഇത്? എന്തൊരു വിവരമില്ലായ്മയാണെന്ന് ആലോചിച്ച് നോക്കണേ. ഈ കമന്റ് ഇടുന്നവന്മാരും ഇത് കാണുന്നവന്മാരും എല്ലാം ഒരുപോലെ ക്രിമിനൽസ് ആണ്. ഫോൺ കാണുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറെ ആൾക്കാർ ഷൂട്ട് ചെയ്ത് കണ്ടോന്നും പറഞ്ഞ് ഇറക്കുന്നുണ്ട്. നിനക്കൊക്കെ അത് പോയി കാണും, അല്ലാതെ ഈ മാതിരി തൊട്ടിത്തരമല്ല കാണിക്കേണ്ടത്. കൂടുതലൊന്നും പറയല്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വേറെ വീഡിയോ ഒരു അപ്പൊ ശരി, ബൈ.